ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് തരി കാച്ചിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരുപാട് കട്ടി കൂടാതെ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാം അരച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വറുത്തിടുന്നതും ഈ കാഷ്നട്ടിന് പകരം ബദാമാണ്. അപ്പം നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബദാം കുതിർത്തതിന് ശേഷം തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കട്ട് ചെയ്തത് ഈ പാൽപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുത്ത റവ തന്നെ എടുക്കുന്നത്, എന്നാലും ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ടേ. 3 ടേബിൾ സ്പൂണ് റവയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് റവ എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ വീണ്ടും ചൂടുവെള്ളമോ അല്ലെങ്കിൽ പിന്നെ പാല് തിളപ്പിച്ചിട്ടൊക്കെ ഒഴിക്കേണ്ടി വരിക. അപ്പൊ 3 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഞാൻ ഇപ്പൊ പറയുന്ന പാലിന്റെ അളവിൽ കേട്ടോ. അപ്പൊ നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി പാല് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ടുള്ളത്, എന്നാലും 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ. പാലിവിടെ തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് റവ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ പെട്ടെന്നൊന്നും ഇത് കട്ട പിടിക്കൂല, നമ്മൾ വറുത്ത റവ ആയതുകൊണ്ട് കേട്ടോ. അതാണ് വറുത്ത റവയുടെ ഒരു ഗുണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും റവ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, ഇനി നമുക്ക് അത് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പൊ 1/3 കപ്പ് പഞ്ചസാരയാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പായസം എല്ലാം നമ്മൾ ഡെയിലി നോമ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മധുരത്തിൽ കുടിക്കണ്ടല്ലോ. അപ്പൊ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ബദാം പാൽപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് അരച്ചെടുത്തിട്ട് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ തരി കാച്ചിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി ബദാമൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ബദാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാഷ്നട്ട് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബദാമാണ് അധികം യൂസ് ചെയ്യുക. അതിവിടെ റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഞാൻ നോമ്പ് തുറക്കാൻ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചൂടോടെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
പാകത്തൊരു ലൂസിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദാ നോമ്പിന്റെ ക്ഷീണം അകറ്റാൻ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.